കലിപ്പന്റെ കുറുമ്പി പെണ്ണ്. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്തുപറ്റി ചാരുമോളെ? പുറകിലൊരു കൈ താങ്ങിയപ്പോഴാണ് രാച്ചിയമ്മ അവൾ ശ്രദ്ധിച്ച്. ഏയ് ഒന്നുമില്ല രാച്ചിയമ്മേ, നമുക്ക് വേഗം പോവാം. ധൃതിയിൽ അവരോടൊപ്പം അവിടെ നടന്നു നീങ്ങുമ്പോഴും അവൾ പിന്തിരിഞ്ഞ് സിദ്ധാർത്ഥിനെ നോക്കാതിരുന്നില്ല. വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ ആദ്യം വിളിച്ച മഹിമയായിരുന്നു. മൈ, നിനക്ക് പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്യോ? പറയടി, എന്തിനാ ഇത്രക്ക് മുഖവുര? നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു സിറ്റി ഹോസ്പിറ്റൽ പുതുതായിട്ട് ചാർജ് എടുക്കുന്ന ഡോക്ടറിന് വീടൊഴിഞ്ഞ് കൊടുക്കണമെന്ന്. എനിക്ക് സമ്മതമാണ്. നീ എന്താ ചാരി പറയുന്നേ? കാര്യമായി പറഞ്ഞാ മഹി. ആ ഡോക്ടറുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാം നിനക്ക്? ഇല്ല, വരുമ്പോൾ പരിചയപ്പെടാനെന്നാ വിചാരിച്ചേ. ഞാൻ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം. ഒരു ടാക്സി പറഞ്ഞു വെച്ചേക്കാമോ? അതിനുവേണ്ടിയാണ് നിന്നെ വിളിച്ച്. ഏലൂരിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് തൽക്കാലം ഷിഫ്റ്റ് ചെയ്യാം. അയാളെപ്പോഴെവിടേക്ക് വരുന്നതെന്ന് നിനക്കറിയോ? ഇല്ല ചാരു, പക്ഷെ നീ എന്തിനെങ്ങനെ ധൃതി പിടിക്കുന്നേ? കുറഞ്ഞത് അയാളോട് സംസാരിക്കുകയാണെങ്കിൽ നീ ഒന്നും സമ്മതി. ഒന്നും വേണ്ട മഹി, ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കണ്ടത് ശരിയാണെങ്കിൽ അത് അയാൾ തന്നെ ആയിരിക്കും. എന്തറിഞ്ഞെന്ന്? ഏയ് ഒന്നുമില്ല. ഇന്നുകൂടി എൻ്റെ ശല്യം നിനക്ക് കാണുള്ളൂ കേട്ടോ. രാച്ചിയമ്മ ഇന്ന് നിന്റെ പക്കൽ ഞാൻ തിരിച്ചേൽപ്പിക്കും. അവളെ തന്നെ നോക്കി സങ്കടത്തോടെ നിൽക്കുന്ന രാച്ചിയമ്മയെ നോക്കി ചാരു മൃദുവായെന്ന് പുഞ്ചിരിച്ചു. ഫോൺ വെച്ചതിന് ശേഷവും പാക്കിങ്ങിനായി മുറിയിലേക്ക് പോകുമ്പോഴും അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ ധൃതി പിടിച്ചൊരു പോക്കെന്ന്. മറുപടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഏത് നിമിഷവും പിടിക്കപ്പെടാമെന്ന ഭയം ഏറി വരുന്നുകൊണ്ടാണെന്ന് അവർക്കറിയില്ലല്ലോ. ടാക്സി മുറ്റത്തേക്ക് വന്നിറങ്ങുന്നതിന് മുമ്പേ തന്നെ ചാരു എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നാലെ സ്കൂട്ടിൽ വന്നിറങ്ങിയ മഹിയും സാധനങ്ങൾ ഇറക്കി വെക്കാൻ സഹായിച്ചു. നീ അവിടേക്കൊന്ന് വിളിച്ചു നോക്കി ചാരു. റൂം ഒഴിവിലേക്ക് പോകുന്ന വെറുതെ ആവില്ലേ? മാത്രമല്ല വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുവാ. സ്വന്തമായിട്ടൊരു ജോലി കൂടി ഇല്ല, നീ എന്ത് ഉറപ്പിൻ്റെ പുറത്താ അവിടേക്ക് മാറുന്നു? ആ യുക്തി അത്ര ചിന്തിച്ചിട്ടെങ്കിൽ മനസ്സിലാവുന്നില്ല. ചാരു മിണ്ടാതെ ഫോൺ ഡയറക്ടറി കയ്യിലെടുത്തു. ഫോണുമായി അകത്തേക്ക് പോയ ചാരു വിവരണമായ മുഖത്തോടെയായിരുന്നു തിരികെ വന്ന്. എന്തുപറ്റി? അവരെന്താ പറഞ്ഞ്? മഹിമ ആരാഞ്ഞു. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഒരു മുറി അവർ എനിക്കായിട്ട് ഉറപ്പ് പറഞ്ഞാ. പക്ഷേ ഒരത്യാവശ്യം വന്നപ്പോൾ വേറെ ആളിന് വിട്ടുകൊടുത്തത് മാത്രമല്ല, ഞാൻ ഉറപ്പായും വരുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെന്ന്. നീ ഇന്നലെ അവിടെ വിളിച്ച് തിരക്കിയായിരുന്നോ? അഥവാ ഡോക്ടർ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി. ഇപ്പോഴും അയാൾ സമ്മതിക്കില്ല എന്ന് അറിയില്ലല്ലോ നമുക്ക്. നീ എന്തെങ്കിലും തിടുക്കം കൂട്ടുന്നേ? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ പോകാത്ത പരിഭ്രമം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല മഹി. ചാരു വിളറിയ പുഞ്ചിരി നൽകി. എന്തായാലും ഞാൻ ടാക്സി തിരികെ പറഞ്ഞുവിടാൻ പോവാ. ഏയ് അത് വേണ്ട. അയാൾ താമസത്തിൽ നിന്ന് സന്ധിക്ക് മുന്നേ എത്തുന്നല്ലേ പറഞ്ഞ്. വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാം. അതുവരെ മിണ്ടാതൊരറ്റത്തായി മാറുന്ന രാച്ചിയമ്മയോടായി മഹി പറഞ്ഞു. ഇവളെ പറഞ്ഞത് മനസ്സിലാക്കി രാച്ചിയമ്മേ. ഈ അവസ്ഥയിൽ അങ്ങനെ എവിടെയെങ്കിലും ഇവളെ കൊണ്ടുവന്നാക്കാൻ കഴിയും എനിക്ക്? ഏത് സമയത്ത് ഒരു അത്യാവശ്യം വരികയെന്നറിയില്ല. ഇവിടെയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഓടി വരാം. രാച്ചിയമ്മ ചാരുവിൻ്റെ തോളിൽ കയ്യമർത്തി. മൈമോള് പറയുന്നത് ശരിയാ മോളെ. മോളെടുത്തായിരുന്നെങ്കിൽ രാച്ചിയമ്മക്ക് അത്രയ്ക്കും പേടിയില്ല. പക്ഷേ വയറ്റിലൊരു കുഞ്ഞിനെയും പേറി നീ കുറച്ചാളുമ്പോൾ ഇവിടേക്ക് വന്ന രീതി ഞാൻ കണ്ടതാ. അന്ന് നിന്റെ കൈത്താങ്ങാവാൻ മഹിമോളുണ്ടായിരുന്നു. ചെല്ലുന്നിടത്തെല്ലാം അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ നീ ഒന്നും പറയണ്ട. ഒരു നാളോട് കാര്യം പറയാം. അയാൾക്ക് മനസ്സിലാക്കി ആവട്ടെ. അല്ലെങ്കിൽ ഞാനിതിന് വഴിയാണോ? അല്പനേരം ഒന്ന് ക്ഷമിക്കൂ. പറ്റില്ല മഹി. ചാരു പൊട്ടിത്തെറിച്ചു. എൻ്റെ അവസ്ഥ നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് പോയേ പറ്റുള്ളൂ. വരുന്ന ആളെ എനിക്ക് കാണുകയും വേണ്ട, ബോധിപ്പിക്കുകയും വേണ്ട, ഒന്നും. ദേഷ്യവും വിഷമവും മിഴികളിൽ നിന്ന് കണ്ണീരായി ഉതിരാൻ തുടങ്ങിയപ്പോഴേക്കും ചാരു ക്ഷീണിച്ചു പോയിരുന്നു. എന്താടി കാര്യം? തളർന്ന ആവശ്യമായി തലയിൽ കൈ കൊടുത്തിരിക്കുന്ന ചാരുവിന്റെ ശിരസിൽ തലോടിക്കൊണ്ട് മഹിമ സാധാപൂർവ്വം അവൾ നോക്കി. ഗേറ്റ് കടന്ന ഒരു കാറ് വീട്ടുപടിക്കിലേക്ക് മൺതരികൾ ഇരുവശത്തേക്കും വിതറിത്തെറിച്ചുകൊണ്ട് കടന്നു വന്ന അപ്പോഴായിരുന്നു. ഡോക്ടറാണെന്ന് തോന്നുന്നു. മഹിമയുടെ വാക്കിൽ ചാരുവിന്റെ മുഖത്ത് ഞെട്ടിലുണ്ടാക്കി. നിന്നു നിൽപ്പിൽ താണുപോയിരുന്നെങ്കിൽ മതിയായിരുന്നു ഈശ്വര, അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കൈകൾക്കുള്ളിൽ മുഖം പൊത്തിക്കൊണ്ട് അവൾ ധൃതിയിൽ അകത്തേക്ക് ഓടി. മഹിമയുടെ വിളികൾ പാടെ അവഗണിച്ചുകൊണ്ട് ഓരോ നിമിഷം ഉരുകി തീർന്നുകൊണ്ട് അവൾ മുറിയുടെ കോണിൽ സംഭ്രമത്തോടെ ഇരുന്നു. ചാരു, ചാരു, എവിടെയാ നീ? മഹിമയുടെ വിളി കേൾക്കാം. അവൾ വീണ്ടും അകത്തേക്ക് ചുരുണ്ടുകൂടി. ഇവിടെ വന്നിരിക്കുകയാണോ നീ? പേടിക്കണ്ട കേട്ടോ. വന്നയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭയന്ന പോലെ ഒന്നുമില്ല. അയാൾ കാര്യം പറഞ്ഞ് മനസ്സിലായി. നിനക്ക് താഴത്തെ നില വിട്ടുകൊടുക്കാൻ അയാൾക്ക് സമ്മതമാണ്. നീ ഇങ്ങനെ അകത്തേക്ക് ഒളിച്ചിരിക്കാവുന്ന പുറത്തേക്ക് വായും. മര്യാദയുടെ മോളെ. ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് വലിയുന്നു. എനിക്ക് കാണണ്ട മഹി, നീ സംസാരിച്ചാൽ മതി. ചാരു വിക്കി പറഞ്ഞു. എത്ര നിർബന്ധിച്ചിട്ടും ചാരു പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല. ജനലഴികൾ കൂടി അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ മുഖം കാണുന്ന ശീലമായിരിക്കുന്നു. ആദ്യമായി അയൽവാസിയെ പോലെ വന്നിറങ്ങിയപ്പോഴും രണ്ടാമതായി സ്വാതി ചേച്ചിയെ കാണാൻ വന്നിറങ്ങിയപ്പോഴും പോലെ എപ്പോഴത്തെയും കണക്കെ മന്ദസ്മിതം സ്ഫുരിക്കുന്ന ആ വിടർന്ന മിഴികൾ. കണ്ണിലും കവിളിലും ഒരുപോലെ പുഞ്ചിരി പൊഴിക്കാൻ കഴിയുന്ന ആളാണ് സിദ്ധു. ഉമ്മറപ്പടിയിലെ ചാരു ബെഞ്ചിനോട് ചേർന്നിരുന്ന് അയാൾ മഹിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. കാതുകൊട്ടിയടക്കപ്പെട്ടവളെ പോലെ മഹിമയുടെ വിളികൾക്ക് ചെവിയൊടുക്കാതെ അവൾ മുറിയടച്ച് പൂട്ടി. അവൾക്കറിയില്ല ഇതായിരുന്നു തന്റെ കഥകളിലെ സിദ്ധു എന്ന്. പേരിലൂടെ മാത്രമുള്ള പരിചയമാണ്. വിവാഹത്തിന് അവൾ വന്നിരുന്നില്ലല്ലോ. വിവാഹത്തിന് ശേഷം താൻ എന്തായിരുന്നു, തനിക്ക് എന്ത് സംഭവിച്ചു, അത് അവളുടെ അറിവിൽ നിന്നും മറവിലാണ്. തന്റെ പേര് അയാളുടെ മുമ്പിൽ മുഴങ്ങി കേൾക്കുമ്പോൾ അയാളുടെ മുഖത്തെ ഭാവമാറ്റം പ്രകടമാണ്. ചാരുവിനത് വ്യക്തമായിരുന്നു. മഹിമ എത്ര വിളിച്ചിട്ടും പുറത്തേക്ക് വരാത്തതുകൊണ്ടാവാം അവൾ പിന്നെ യാത്ര പറയാതെ തന്നെ പോവാനൊരുങ്ങിയത്.
സിദ്ധാർത്ഥ് മുകളിലേക്ക് പോയെന്ന് ഉറപ്പുവന്നതിന് ശേഷം മാത്രം ചാരു വാതിൽ തുറന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും തന്റെ കണ്ണുകൾ മുകൾ തട്ടിലേക്ക് അനുസരണയില്ലാതെ ദൃഷ്ടി പായിക്കുന്നുണ്ടാവാം. മഹിമ വിളിച്ചിട്ടും വന്നയാളെ കാണാൻ വരാത്തതിന് രാച്ചിയമ്മ സ്നേഹത്തോടെ ശകാരിച്ച് മറുത്തൊന്നും പറയാതെ ഓരോ പറ്റും തൊണ്ടയിൽ നിന്നിറങ്ങാതെ ഞെരിഞ്ഞമരുന്നുണ്ടായിരുന്നു. ആരിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു തന്റെ സാഹസമില്ല. ആരിൽ നിന്നൊരു മോചനത്തിനായിരുന്നു. അയാളാണ് തന്റെ തൊട്ടരികിൽ. ഒരേ വീട്ടിൽ പരസ്പരം കാണാതെ എത്ര നാൾ അറിയില്ല. ഈ വീട്ടിൽ നിന്നൊരു മാറ്റം മഹിമയോട് ഇനി പറയാനും കഴിയില്ല. അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വീണ്ടും തന്റെ ജീവിതം, മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ എല്ലാം മറുപടിയായി കുടഞ്ഞിടേണ്ടി വരും. 2 ദിവസത്തേക്ക് കാക്കണ്ട. നാളെ തന്നെ പോകണം തനിക്ക്. ഈ രഹസ്യം സിദ്ധു അറിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി തനിക്ക് വയ്യ. മുകളിലെ നിലയിൽ ലൈറ്റ് അണയുന്നും കാത്തിരുന്നുകൊണ്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ഡോക്ടർ അഞ്ജലിയെ ഫോൺ ചെയ്തു. പിറ്റേന്ന് രാജ്യമായി കൂട്ടാതെ തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് പോവാനൊരുങ്ങി. വെളുപ്പിനെയുള്ള ബസ്സിൽ പോകണം. ഓരോ നിമിഷവും ചങ്കുപിടയുന്ന വേദനയിൽ അവൾ മുകളിലത്തെ നിലയിൽ കണ്ണുകൾ ഓടിച്ചുകൊണ്ടേയിരുന്നു. അടക്കി വെക്കാൻ ഇനിയും കഴിയാത്ത തന്റെ വികാരങ്ങളെ, വേദനകളെ അവൾ പഴിച്ചു. സിധുവിനോടുള്ള സ്നേഹത്തിനെ അയാൾ തെറ്റുകൾ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചു. ഇന്നത്തോടെ മതിയാവും തന്റെ ഒളിച്ചുകളി. അയാളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടൽ തനിക്ക് സാധ്യമാവില്ലെന്ന് ഉറപ്പാണ്. അതിനു മുമ്പ് അയാളുടെ തന്റെ മേൽ ഉറപ്പിച്ച വിജയത്തിനെ തുടച്ചു മാറ്റും താൻ. വിമൻസ് ഹോസ്റ്റലിൽ ഒന്നുകൂടി ചെന്ന് അന്വേഷിക്കാൻ പോവുകയാണെന്ന കള്ളം രാജ്യമ്മയെ ധരിപ്പിച്ചുകൊണ്ട് അവൾ ഇറങ്ങി. സാരി തലപ്പുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് അവൾ പുറകിലേക്ക് നോക്കി. മുകളിലെ നിലയിൽ വെട്ടം വീണിരിക്കുന്നു. കാലുകൾക്ക് വേഗത കൂട്ടിക്കൊണ്ട് അവൾ നടന്നു. ഡോക്ടർ അഞ്ജലി വാക്ക് തന്നിരിക്കുന്നു തനിക്ക്, അവരുടെ നിബന്ധന ഏൽക്കാതെ തന്നെ. പക്ഷെ തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചെന്ന രഹസ്യം അവൾക്കറിയണം. അബോർഷന് ശേഷം എല്ലാം പറയാമെന്ന ഉറപ്പിന്മേൽ അവർ തന്റെ അവസ്ഥയെ കണക്കിലെടുത്ത് സമ്മതിച്ചതാവാം. പക്ഷെ ആ രഹസ്യവും തന്നോടൊപ്പം അവിടുന്ന് ഒളിച്ചോടും, തന്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞാലുടൻ. 3ാമത്തെ കൂടിക്കാഴ്ച. ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഓരോ പുഞ്ചിരി പൊഴിക്കുന്ന മുഖങ്ങളും കൊഞ്ചലുകളും തന്നെ അമ്മയെന്ന് മാടി വിളിക്കുന്ന പോലെ തോന്നി ചാരുവിന്. ഒരു നിമിഷം തന്റെ മാറിലൊരു പുതിയ നീരുറവയുടെ തണുപ്പറിഞ്ഞവൾ. ഉദരത്തിലൊരു പുതിയ ഹൃദയം തന്റെ മരണത്തിന്റെ ഭീതി മൂലം ദ്രുതഗതിയിൽ മിടിക്കുന്ന പോലെ തോന്നി. ചെവികളിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കാഹളം പോലെ മുഴങ്ങുന്നതായി തോന്നിയവൾക്ക്. സമ്മിശ്രമായ ഒരുപാട് വികാരങ്ങൾ, നൊമ്പരങ്ങൾ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. തീർത്തും ഇല്ലീഗലായിട്ട് ഒന്നിനു വേണ്ടി കൂട്ടുനിൽക്കുകയാണ് ഞാൻ, ഒന്നിനു വേണ്ടിയല്ല. അതിനു മാത്രം സഹികെട്ട അവസ്ഥയിലാണ് താനും തോന്നി. ഒരിക്കൽ കൂടി ചോദിച്ചോട്ടെ, തനിക്ക് തീർത്തും വേണ്ടടോ ഈ കുഞ്ഞിനെ? ഡോക്ടർ അഞ്ജലിയുടെ വാക്കുകൾ 1000 കൂരമ്പുകളായി ചെവിയിൽ തറച്ചു കയറും പോലെ തോന്നി ചാരുവിന്. ഈ കുഞ്ഞിന്റെ അച്ഛൻ പൂർത്തിയാക്കുന്നതിന് മുമ്പേ ചാരുവിന്റെ ഭാവം മാറി. ഡോക്ടർ, എനിക്ക് പൂർണ്ണ സമ്മതം. ഉറച്ച ശബ്ദത്തോടെ ചാരു പറഞ്ഞൊപ്പിച്ചു. നിന്റെ സമ്മതം മാത്രം മതിയോ ചാരു? വാക്കുകളിൽ തീർത്ത അഗ്നികോളം ചാരുവിനെ ജ്വലിപ്പിച്ചു കളഞ്ഞിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കത്തുന്ന കണ്ണുകളുമായി തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ. ഇരുന്ന ഇരിപ്പിൽ എരിഞ്ഞമർന്ന പോലെ തോന്നി അവൾക്ക്. പറയടി, എന്റെ കുഞ്ഞിനെ കൊല്ല ആരാ നിനക്ക് അനുവാദം തന്ന്? അവളിലേക്ക് നടന്നെടുക്കും തോറും സിദ്ധാർത്ഥിന്റെ ചോദ്യത്തിന് തീക്ഷ്ണത ഏറുന്നുണ്ടായിരുന്നു. സിധു, ഇത് ഹോസ്പിറ്റലാ, ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഡോക്ടർ അഞ്ജലിയുടെ വാക്കുകൾ ചാരുലതയിൽ ഞെട്ടിലുണ്ടാക്കി. സിധു പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് കണ്ടതിന് ഞെട്ടൽ മാറുന്നതിന് മുമ്പെയാണ് അഞ്ജലിയുടെ ഈ പ്രതികരണം. അപ്പൊ ഇവര് തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ചാരു പരിഭ്രമത്തോടെ ഇരുവരെയും മാറി മാറി നോക്കി. ഞാൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കണം? അഞ്ജലി, നീ പറയും. ഇവൾ എന്താണ് ഈ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇവളൊരു സ്ത്രീ തന്നെയാണോ? ദേഷ്യം കൊണ്ട് സിദ്ധാർത്ഥിൽ നിന്ന് വിറക്കുന്നുണ്ടായിരുന്നു. കുറ്റബോധം കൊണ്ട് നീറിപ്പൊടിഞ്ഞുകൊണ്ടിരുന്ന ചാരുവിന്റെ ഹൃദയത്തിനെ സിദ്ധാർത്ഥിന്റെ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും വിള്ളലേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ തമ്മിൽ അറിയായിരുന്നല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ ചതിക്കായിരുന്നല്ലേ? ചാരു അഞ്ജലിയെ നോക്കി നൊമ്പരത്തോടെ പറഞ്ഞു. ചെറിയൊരു മന്ദഹാസത്തോടെ അവരവിടെ അടുത്തേക്ക് വന്നു. ആദ്യം കണ്ടപ്പോഴേ ചെറിയൊരു പരിചയം തോന്നിയിരുന്നു. തന്റെ മുഖം മുമ്പെങ്ങോ കണ്ടോ പറഞ്ഞു കേട്ടതായ ഒരു തോന്നൽ. ഞാൻ ഒരുപാട് നാൾ പൂനെയിലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ എൻ്റെ കൊളീഗായിരുന്നു സിദ്ധു. തൻ്റെ 2ാമത്തെ വരവിന് ശേഷം ഗാലറിയിൽ നിന്ന് പൊടി തട്ടിയെടുത്ത് നോക്കി. സിദ്ധാർത്ഥിൻ്റെ വിവാഹം കൂടാൻ കഴിഞ്ഞില്ലെങ്കിലും വിവാഹ ഫോട്ടോയിൽ തൻ്റെ മുഖം ചെറുതായിട്ടെങ്കിലും മനസ്സിൽ പതിഞ്ഞിരിക്കണം. എന്തോ തൻ്റെ പ്രശ്നങ്ങൾക്ക് എന്നിലൂടെ കുറച്ച് അറുതി വരുത്താമെന്ന് തോന്നി സിദ്ധാർത്ഥ്. ഇയാളെ ഞാനിവിടേക്ക് വരാൻ പറഞ്ഞ് ഇനിയെങ്കിലും കഴിഞ്ഞെല്ലാം മറന്ന് ഒന്നിച്ച് ജീവിച്ചുകൂടെ ചാരു? ആ ഒരു സ്നേഹത്തോടെ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. തീയിലകപ്പെട്ട പോലെ അവൾ കൈകൾ ഉടൻ പിൻവലിച്ചു. മറക്കാനോ? ഞാൻ ഇയാൾ ചെയ്ത തെറ്റിനെയോ? ഡോക്ടർക്ക് എന്തറിയാം എന്നെപ്പറ്റി, ഇയാളെപ്പറ്റി, ഇയാളെന്നോട് ചെയ്ത ക്രൂരതയെപ്പറ്റി? എനിക്കൊന്നും അറിയില്ല കുട്ടി. പക്ഷെ എനിക്കറിയാവുന്ന സിദ്ധാർത്ഥ് തൻ്റെ ഈ ക്രൂരത അർഹിക്കുന്നില്ല. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ മാത്രം തെറ്റിയാൻ അയാൾക്ക് കഴിയില്ല. അഞ്ജലി ഉറപ്പോടെ പറഞ്ഞു. ചാരുലത പൊട്ടിച്ചിരിച്ചു ഉറക്കെ. എന്നിട്ട് പുച്ഛത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. എന്നെ മാത്രമല്ല പലരെയും നിങ്ങൾ കബളിപ്പിച്ചിട്ടുണ്ടല്ലേ? അഭിനയിക്കാൻ പണ്ടേ മിടിക്കലാണെന്ന് ഞാൻ ഓർക്കേണ്ടതായിരുന്നു. ഹൃദയം പൊട്ടുന്ന വേദനയോടെ സിദ്ധാർത്ഥ് നുരഞ്ഞു വന്ന നൊമ്പരം കടിച്ചമർത്തി. ചാരു, വിറച്ച ശബ്ദത്തോടെയുള്ള അയാളുടെ വാക്കുകളെ അവൾ കൈവിരലുകൾ ഒന്നാകെ ഉയർത്തി തടഞ്ഞു. വിളിക്കരുത് തന്നെ. നാടും വീടും ജനിപ്പിച്ചവരെ ഉപേക്ഷിച്ച് ഞാൻ പോന്ന് അത്യാഗ്രഹിച്ചിട്ടല്ല ഒരിക്കലും. അത് ആഗ്രഹിച്ചിട്ടല്ല ഒരിക്കലും. നിങ്ങളിൽ നിന്നൊരു രക്ഷ നേടാനാ ഇവിടെയും വന്നു. എൻ്റെ സ്വസ്ഥത കളഞ്ഞു. മതിയായില്ലേ നിങ്ങൾക്ക്? ഉറക്കെ സിദ്ധാർത്ഥി നേരെ ചീറിയപ്പോഴേക്കും അവൾ കുഴഞ്ഞു പോയിരുന്നു. ക്ഷീണം കാരണം വാടിപ്പോയ അവളെ സിദ്ധാർത്ഥി ചേർത്ത് പിടിച്ചു.
പകുതി അടഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുകളിലും അയാളുടെ സ്പർശനത്തോടുള്ള എതിർപ്പ് വ്യക്തമായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.